മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 3 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് ഈ വിധി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും അച്യുതൻ ടെലിഫോണിൽ ചേരുന്നു. അച്യുതൻ, എപ്പോഴാണ് ഈ വിധി വന്നത്? വളരെ അപ്രതീക്ഷിതമായ വിധിയാണെന്നാണോ ഡൽഹി ബ്യൂറോ കണക്കുകൂട്ടുന്നത്? തീർച്ചയായിട്ടും എസ്കേൻ, കാരണം തിരക്കിട്ട നീക്കങ്ങളായിരുന്നു CBIയുടെ ഭാഗത്തു നിന്നും ഈ കേസിലുണ്ടായത്. കാരണം ഇന്ന് രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് CBI കേജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്നായിരുന്നു കസ്റ്റഡി അപേക്ഷ നൽകിയത്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി കോടതിയെ അറിയിച്ചതെങ്കിൽ നിലവിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 3 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ വിചാരണ കോടതി അനുവദിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വാദങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ CBI പറഞ്ഞത് ഈ കേസിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഇതിന്റെ അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കേജ്രിവാളിന്റെ അറസ്റ്റും അതുപോലെ തന്നെ കസ്റ്റഡിയും അനിവാര്യമാണ് എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ കേജ്രിവാളിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് പക്ഷപാതപരമായി ഏജൻസികൾ പെരുമാറുന്നു എന്നതായിരുന്നു. അവസാന ഘട്ടത്തിൽ കേജ്രിവാൾ തന്നെ തന്റെ വാദം സ്വയം കോടതിയിൽ നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഈ കേസിൽ മനീഷ് സിസോദിയും താനും പാർട്ടിയും ഒരുപോലെ ഈ നിരപരാധികളാണ്. മറിച്ച് ഈ CBI പത്രങ്ങൾക്ക് ഹെഡ്ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പല ആരോപണങ്ങൾ നിരത്തുന്നതെന്നുള്ള വാദമായിരുന്നു കേജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മനീഷ് സിസോദിയുടെ മേൽ താൻ കൈജാരി രക്ഷപ്പെടുന്നു എന്നുള്ള CBI വാദം നുണയാണെന്ന് കൂടി പറയുകയുണ്ടായി. എന്തായാലും ആ വാദം കോടതി ശരിവയ്ക്കുകയും ചെയ്തിരുന്നു. എല്ലാം വാദങ്ങൾക്കും ഒടുവിൽ 4:30 ഉത്തരവ് പറയുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഏറെ വൈകി തന്നെയാണ് ആ ഉത്തരവ് വന്നത്. നിലവിൽ 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് കൂടിയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ കോടതി വിട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 3 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റോസ് അവന്യൂ കോടതിയുടേതാണ് വിധി. വളരെ ചടുലമായ നീക്കമായിരുന്നു CBI ഇന്ന് നടത്തിയത്. എന്തായാലും 3 ദിവസം, 5 ദിവസമാണ് അവർ ആവശ്യപ്പെട്ടെങ്കിലും 3 ദിവസം അന്വേഷണാർത്ഥം കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്.